ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പൊ കൊച്ചെവിടെയുണ്ടെന്നാ പറയുന്നേ? അനുവും പപ്പിയും കൂടി സത്യം നോക്കി വരുന്നുണ്ട്. ശ്യാമയും പപ്പിയെ വിളിക്കാൻ ചെല്ലാത്തതുകൊണ്ട് അനു പപ്പിയും കൂടെ കൂട്ടിയിട്ടാ വരുന്നേ. ഓഹ്, എന്തൊക്കെ ഈശ്വര ഈ നടക്കുന്നേ. നീ വേഗം ചെല്ല്. വഴിയിൽ എവിടെങ്കിലും വെച്ച് സത്യമോളെ കാണാതിരിക്കില്ലല്ലോ. അല്ലടി, ശ്യാമ എന്താ കൊച്ചിനെ വിളിക്കാൻ പോവാത്തെ? എനിക്കെങ്ങനെ അറിയാം? ദേ വരുന്നു. എന്താ സത്യയെ കാണിച്ചത്? അനു ആന്റി അവിടെ വരുന്നതിന് മുമ്പ് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നേ? എന്താ നീ ബാഗ് പോലും എടുക്കാത്ത? മോളെ, നീ എന്താ മിണ്ടാത്തെ? ദേ, വീണ്ടും പഴയ പോലെ തുടങ്ങിയോ? എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത് പറ്റിച്ചോന്ന്? നീ എന്തൊക്കെയായി പറയുന്നേ? പപ്പി എന്നോട് എല്ലാം പറഞ്ഞു. എന്റെ അച്ഛന്റെ ശബ്ദത്തിൽ എന്നെ വിളിച്ചോണ്ടിരുന്നത് പപ്പിയാന്ന് ഞാൻ അറിഞ്ഞു. അമ്മയ്ക്കും അതൊക്കെ അറിയായിരുന്നല്ലേ? എന്താ മിണ്ടാത്തെ? പറ അമ്മ, അറിയായിരുന്നില്ലേ? അന്ന് സ്കൂളിൽ എന്റെ അച്ഛനായിട്ട് വന്നത് ആരാ? പറ അമ്മ, ആരാന്ന്? ശരിക്കും എനിക്ക് അച്ഛനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാ? പറ അമ്മ, ആരാന്ന്? മോളെ, അത് പിന്നെ അമ്മ പറയാതെ. എനിക്കത് അറിഞ്ഞേ പറ്റൂ. മോളെ, പറ ശാരദാമ്മേ, ആരാ എന്റെ അച്ഛൻ? അത് മോളെ, പറയില്ല അല്ലേ? ശരി, പറയണ്ട. എനിക്കറിയാം ഇനി എന്താ വേണ്ടേന്ന്. സത്യ മോളെ, സത്യം. ചെല്ലടി, ചെന്ന് അവളെ സമാധാനപ്പെടുത്ത്. ചെല്ല്. ഇത്രയും നാളും അവളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അകലെയാണെങ്കിലും ഒരിടത്ത് തന്റെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. ആ ഉറപ്പാ ഇന്നിപ്പോ നഷ്ടമായത്. അത് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല. അവള് കേട്ട ശബ്ദം, കണ്ട രൂപം, അതെല്ലാം ഒരു നിമിഷം കൊണ്ടാ നഷ്ടമായിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാലും കുഴപ്പമില്ല, കൊച്ചിന്റെ മനസ്സ് ശാന്തമാക്കണം. ഇനി വിഷ്ണു ആണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കേണ്ടി വന്നാലേ അവളുടെ സങ്കടാവസ്ഥ മാറുമെന്നാണെങ്കിലേ മോളെ, അതിന് നീ തയ്യാറാവണം. കാരണം ആ മനസ്സ് അച്ഛനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാ. അച്ഛനുമായി സംസാരിക്കാനും സമയം ചെലവിടാനും ഒരുപാട് നാളായി കാത്തിരിക്കുന്ന കുട്ടിയാവള്. അവളെ ഇനി സത്യങ്ങൾ മറച്ചു പിടിച്ച് വേദനിപ്പിക്കരുത്. ചെല്ല്, ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. ചെല്ല്. നീ പറഞ്ഞാലേ ഇനി അവള് കേക്കൂ.